യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമുക്ക് സന്തോഷിച്ച് ആനന്ദിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കാരണം യേശു അവൻ ഉയർത്തെഴുന്നേറ്റു. ഉത്ഥാനം ചെയ്തവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. നമ്മുടെ വിശ്വാസ രഹസ്യങ്ങളുടെ ഏറ്റവും കാതലായ രഹസ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തു പീഡ സഹിച്ചു, പുനരുത്ഥാനം ചെയ്തു, അവൻ ജീവിക്കുന്നു, അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:55 മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, നമ്മുടെ കൂടെ വസിക്കുന്നു. 1 യോഹന്നാൻ 4:4 നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാ. അവൻ ദൈവമാ, അവൻ സർവശക്തനാ, അവൻ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് ആരാധിക്കാം, അവനെ സ്നേഹിക്കാം, അവനെ മഹത്വപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം. അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം യേശുവിൻ്റെ കല്ലറയിൽ ചെന്നു. യേശുവിൻ്റെ കല്ലറയിൽ അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ചെല്ലുകയാണ്. മഗ്ദലന മറിയത്തിന് ഉള്ളിൽ ഒരു ഭയവുമില്ല. ലോകചരിത്രത്തിൽ ഇന്നോളം ഒരു വ്യക്തി മരിച്ച് അടക്കപ്പെട്ടിട്ട് ആ കല്ലറയ്ക്ക് കാവൽ നിർത്തിയിട്ടില്ല, ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. യേശു പ്രഖ്യാപിച്ചിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. 3-ാം ദിവസം റോമൻ പടയാളികൾ യേശുവിനെ അടക്കിയ കല്ലറ മുദ്ര വെച്ചിട്ടവർ കാവൽ നിൽക്കുകയാ. എല്ലാം തകർത്തുകൊണ്ട് യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറയിലേക്ക് അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം വരികയാ. മഗ്ദലന മറിയത്തിന് ധൈര്യം എവിടെ നിന്ന് കിട്ടി? യേശുവിൻ്റെ ശിഷ്യന്മാരോ മറ്റാരും അവിടെ വന്നില്ല. ആദ്യം അവിടെ വരുന്നൊരു മഗ്ദലന മറിയമാണ്. അതിൻ്റെ കാരണം അവൾ അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചിരുന്നു. യേശുവിനെ ഒത്തിരിയേറെ ഹൃദയം നിറയെ സ്നേഹിച്ച വ്യക്തിയാണ് മഗ്ദലനക്കാരി മറിയം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 18 സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സ്നേഹമുണ്ടെങ്കിൽ പിന്നെ അവിടെ ഭയമില്ലല്ലോ. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. സ്നേഹത്തിന് ഭയത്തിനിടമില്ല. മഗ്ദലന മറിയത്തിൻ്റെ ഉള്ളിൽ ഒരു ഭയവുമില്ല. കാരണം അത്ര അധികമായിട്ട് അവൾ യേശുവിനെ സ്നേഹിച്ചു.
അതുകൊണ്ട് ധൈര്യത്തോടെ വെളുപ്പാങ്കാലത്ത് തന്നെ യേശുവിനെ അടക്കിയ കല്ലറയെങ്കിൽ അവൾ വരികയാണ്. അവൾക്ക് റോമൻ പടയാളികളെയോ ആരെയും ഒരു ഭയവുമില്ല. അത്രമാത്രം ഹൃദയത്തിൽ ജീവന് തുല്യം യേശുവിനെ അവൾ സ്നേഹിച്ചു. ജീവന് തുല്യം അവൾ സ്നേഹിച്ചു. ഈ മഗ്ദലന മറിയത്തെക്കുറിച്ചൊരു വചനം പറയുന്നു, ലൂക്ക 8:2. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും. 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ മഗ്ദലനക്കാരി മറിയം. സഹോദരിയിലുള്ള തിന്മയുടെ സ്വാധീനം അത്ര ശക്തമായിരുന്നു. അവിടെ ശക്തമായ വിടുതൽ ലഭിച്ച പൈശാചിക ശക്തികളിൽ നിന്ന്, പൈശാചിക ആധിപത്യത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച വ്യക്തിയായിരുന്നു മഗ്ദലനക്കാരി മറിയം. വിടുതൽ കിട്ടിയ അവൾ യേശുവിനെ സ്നേഹിച്ചു, യേശുവിനെ അനുഗമിച്ചു. മറിയം കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. കല്ലറ ശൂന്യമാണ്. കല്ലറ ശൂന്യം. യേശു അവിടെ ഇല്ല. അവിടെ 2 മാലാഖമാരുണ്ട്. അവർ ചോദിക്കുന്നു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? യോഹന്നാൻ 20:13. കല്ലറയ്ക്ക് വെളിയിൽ മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ദൈവദൂതന്മാർ ചോദിക്കുന്നു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ഇത് സ്വർഗത്തിൻ്റെ ചോദ്യമാണ്. എന്തിനാണ് നീ കരയുന്നത്? അവൾ പറയുകയാണ്, എൻ്റെ ഗുരുവിൻ്റെ ശരീരം ഇവിടെയില്ല, ആരോ എടുത്തുകൊണ്ടുപോയി. അത് ആരാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. അവളുടെ ഹൃദയം നൊമ്പരപ്പെടുകയാ. അവൾ പറയുക, എൻ്റെ ഗുരുവിൻ്റെ ശരീരം ഇവിടെ ഇല്ല, ആരോ എടുത്തുകൊണ്ടുപോയതാ. അതെവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ശരീരം എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ഹല്ലേലൂയ. ധൈര്യപൂർവം മഗ്ദലന പറയുന്ന വാക്കുകളായത്. സ്വർഗം ചോദിച്ച ചോദ്യം ഇതാണ്, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത്? യേശു അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, പിന്നെ നീ എന്തിനാ കരയുന്നത്? വെളിപാട് 5:5 യൂദാ ഗോത്രത്തിൻ്റെ സിംഹം ദാവീദിൻ്റെ വേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റുന്നു, ജീവിക്കുന്നു. അവൻ മഹത്വപൂർണനായിട്ട് ജീവിക്കുന്നു. അവൻ രാജാവായിട്ട് ജീവിക്കുന്നു. അവൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എന്തിനാ നീ കരയുന്നത്? യെരമ്യാ 31:16 കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം നൽകും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നീ എന്തിനാ കരയുന്നത്? നിന്റെ ദൈവം നിന്റെ കൂടെയില്ലേ? നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ വേദന ഒപ്പിയെടുക്കുവാൻ, സൗഖ്യം നൽകുവാൻ, വിടുതൽ നൽകുവാൻ, ആശ്വാസം നൽകുവാൻ ഉയർത്തെഴുന്നേറ്റവൻ കൂടെയുണ്ട്. ഉത്ഥാനം ചെയ്തവൻ കൂടെയുണ്ട്. ഇത് വലിയൊരു സന്ദേശമാ. നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? നീ കരച്ചില് നിർത്ത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കും, നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും, നിന്നെ അവൻ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. മഗ്ദലന മറിയം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ ഒരു വ്യക്തി. അവൾ വിചാരിച്ചു അത് തോട്ടക്കാരനായിരിക്കുമെന്ന്. ആ വ്യക്തി യേശുവായിരുന്നു. യേശു ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ഉണ്ടോ? ഉയർത്തെഴുന്നേറ്റ യേശു മഗ്ദലന മറിയത്തോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശുവിന്
നിന്നോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എന്തിനാ നീ കരയുന്നത്? നീ എന്തിനാ തകർന്നു പോയത്? നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്നെ കൈകളിൽ താങ്ങുവാൻ, നിന്നെ വഴി നടത്തുവാൻ ഉയർത്തെഴുന്നേറ്റ ഞാൻ കൂടെയുണ്ട്. യേശുവിൻ്റെ കല്ലറയിലേക്ക് ചെന്നപ്പോൾ ലൂക്കാ 24:5 പറയുന്നുണ്ട്, അവൻ ഇവിടെയില്ല, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ എന്തിനന്വേഷിക്കുന്നു? അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല, അവൻ ഈ കല്ലറയ്ക്കുള്ളിലില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇനി അവൻ വസിക്കുന്നത് നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്റെ കൂടെ നിന്നോടൊത്തു വസിക്കുവാനാ യേശുവിന് ആഗ്രഹം. അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ആത്മാവായി, അരൂപിയായി, സർവശക്തനായിട്ട് അവൻ നിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? നിന്റെ ഉള്ളിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൂടെ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ കർത്താവിന് ഹൃദയം തുറന്നു കൊടുക്കുമോ? നിന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് നീ ഇടം കൊടുക്കുമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവൻ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്റെ കൂടെ വസിക്കാനായിട്ട് പോവുകയാണ്. യേശു വിളിക്കുന്നു മറിയം. ദൈവത്തിന് പ്രത്യേകതയുണ്ട്. അവൻ പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. നിന്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. മറിയം, അവൾ ആ സ്വരം തിരിച്ചറിഞ്ഞു. യേശുവിനെ തിരിച്ചറിഞ്ഞു, ഗുരുവിനെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് അവൾ ഓടുകയാണ്. അപ്പസ്തോലന്മാരുടെ ചെന്ന് പറയുന്നു, ഞാൻ ഗുരുവിനെ കണ്ടു, ഞാൻ രക്ഷകനെ കണ്ടു. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്, സംസാരിക്കുന്നത് മഗ്ദലക്കാരി മറിയത്തോടാ. പാപത്തിൽ ജീവിച്ച അവൾക്കാദ്യം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അദർശന അനുഭവം യേശു നൽകുകയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയ, പാപികൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയാ, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാ അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പാപികളെ രക്ഷിക്കുവാൻ അവൻ ബലിയായിട്ട് തീരുകയായിരുന്നു. ബലിയായി തീർന്നവൻ സ്വയം ബലിവസ്തുവായിട്ട് മാറി. ബലിവസ്തുവും ബലിയർപ്പകനും എല്ലാം അവൻ തന്നെയായിരുന്നു. അവൻ മരണത്തെ തൻ്റെ കൈപ്പിടിയിൽ ആക്കിക്കൊണ്ട്, മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട്, സാത്താനെ തൻ്റെ കാൽ ചുവട്ടിൽ തകർത്തുകൊണ്ട്, ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തിൻ്റെ മേൽ ആധിപത്യം എടുത്തുകൊണ്ട് അവൻ ഇന്നും മഹത്വപൂർണ്ണനായിട്ട് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന കർത്താവാണ് എൻ്റെയും നിങ്ങളുടെ ദൈവം, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നതുപോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് സത്യമാണ്. ഹല്ലേലൂയ. 14-ാമത്തെ വചനം പറയുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളുടെ പ്രസംഗ വിഷയം അതാണ്. അവൻ മരണത്തെ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി, ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. ഞങ്ങളുടെ ഉള്ളിൽ അവൻ ജീവിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവായി, സർവശക്തനായി അവൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. 1 കൊരിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പ്രത്യാശ ക്രിസ്തുവിനെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തിൻ്റെ അപ്പുറം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കൂടെ ഒരു ജീവിതമുണ്ടെന്നുള്ള വലിയ പ്രത്യാശയിലാണ് നിന്റെ ജീവിതമെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്.
ഉയർത്തെഴുന്നേറ്റവൻ മഹത്വപൂർണനായിട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മുടെ മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാൻ. കഷ്ടതകളും സഹനങ്ങളും രോഗങ്ങളും വേദനകളും നഷ്ടങ്ങളും പരാജയങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെയൊക്കെ നമ്മളെ താങ്ങുവാൻ, കൈപിടിച്ചു നടത്തുവാൻ മരണത്തെ തോൽപ്പിച്ചവൻ കർത്താവായ യേശു ക്രിസ്തു കൂടെയുണ്ട്. ഈ ആഴമായ വിശ്വാസത്തിലേക്ക്, ഈ വലിയൊരു ഉറപ്പിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് ഏറ്റവും ആവശ്യം ഇതാണ് വേണ്ടത്. യേശു ഉയർത്തുന്നിട്ടു, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കൈവിട്ട് പോവത്തില്ല, അവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവത്തില്ല. ഞാൻ വീണാലും അവൻ എന്നെ താങ്ങും, അവൻ എന്നെ ഉയർപ്പിക്കും, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തും. ലജ്ജിക്കുവാൻ അവൻ എനിക്കിട വരുത്തുകയില്ല. ഈ ആത്മവിശ്വാസത്തിൽ, അടിയുറച്ച വിശ്വാസത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ച് നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. കാരണം അരനാട്ടുകര ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ദേവാലയം നിറച്ച് രോഗികൾ ഇരിക്കുകയാണ്. ഞാൻ ആ രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം, ഇവർ 5-6 പേര് അല്ലെ സഹോദരങ്ങളുണ്ട്. എല്ലാവരും കൂടെ വേഗം ദേവാലയത്തിലേക്ക് ഓടി വരിക. ഈ മകന് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു കൈലി ആണ് ഉടുത്തിരിക്കുന്നത്, ഒരു ഷർട്ട്, തോളയിലൊരു തോർത്തൊക്കെ കിടപ്പുണ്ട്. ഓടി വന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഇവർ കയറി വരുന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഗൗരവമുള്ള കാര്യമുണ്ട്. പെട്ടെന്ന് ഞാൻ ഇവരെ എൻ്റെ അടുക്കടിക്കെന്ന് വിളിച്ചു. എന്താണെന്ന് ചോദിച്ചു. ഉടനെ വലിയ സങ്കടത്തോടെ ഇവർ പറഞ്ഞു, ഈ കുഞ്ഞിന് ചാക്കോച്ചന് ബ്ലഡ് ക്യാൻസറാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവനെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നത്തെ കാര്യം നിങ്ങൾക്ക് കേൾക്കണ്ടല്ലോ. ഇവരെല്ലാവരും കരച്ചില്ല. എനിക്ക് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എങ്ങനെ അടിച്ചില്ല. കാരണം ഈ മകന് ഞാൻ കാണുന്നു എങ്ങനെ അടിച്ച് കരയുകയാണ്. കുഞ്ഞിൻ്റെ അപ്പനാണ്. എല്ലാവരും കരച്ചില്ല. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി വലിയ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തുടർന്നുള്ള പല കൺവെൻഷനിലും ആരാധനയിൽ ഞാൻ പറഞ്ഞു, ചാക്കോച്ചനെന്ന കുഞ്ഞ് ക്യാൻസറാണ്, ഇന്നൊരു മോനാണ്, കാര്യമൊക്കെ നമ്മൾ എല്ലാവരെ കൊണ്ടും ആരാധനകളിലൊക്കെ പ്രാർത്ഥിപ്പിച്ചിരുന്നു. അതിന് വലിയ ഫലമുണ്ടായി. എന്നീ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയുമായിട്ട് അത്ഭുതകരമായ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്നിരിക്കുക. എൻ്റെ പേര് നോമി. എൻ്റെ വീട് പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് സാക്ഷ്യം. അപ്പം ഞാനതൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു നാടകം പോലെയാണ് ഇങ്ങനെയൊക്കെ പലരും പറയുന്നത്. ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇതുവരെയ്ക്കും. ഏതൊരു അവിശ്വാസിയെ പോലെയും ഞാൻ അവിശ്വസിച്ചു. ഞാൻ വിചാരിച്ചു ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ സാബു ബ്രദർ പറഞ്ഞൊരു പ്രതീക്ഷയുടെ വാചകമുണ്ട്, അത്ഭുതം സംഭവിക്കുന്നു. അതുപോലെ തന്നെ അത്ഭുതം സംഭവിച്ചു. ദൈവത്തിന് നന്ദി. പനിയായിട്ടാണ് ഞങ്ങൾ ഡോക്ടർ ജോണി വിൻസെന്റിന്റെ അടുത്തേക്ക് പോവായിരുന്നു. കുറേ പ്രാവശ്യമായിട്ട് പോയിട്ടും എൻ്റെ പനി മാറില്ല. ഭയങ്കര പനിയൊന്നുമില്ല, ചെറുതായിട്ട് വൈകുന്നേരം മാത്രമേ പനി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ പറഞ്ഞു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ വിഷമായി. പിന്നെ ഞങ്ങൾ അമല ഹോസ്പിറ്റലിലേക്ക്, ഡോക്ടർ പറഞ്ഞത് അമൃതയിൽ പോയിട്ട് ബോൺ മാരോ ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങൾ അടുത്ത് അമലയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി ചെന്നപ്പോൾ പെട്ടെന്ന് ബോൺ മാരോ ടെസ്റ്റ് ഒന്നും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അവർ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഉറപ്പായി. എന്നുവെച്ചാൽ അവൻ്റെ ലിവർ ഭയങ്കര വലുതായിട്ടുണ്ടായിരുന്നു, സ്പ്ലെയിൻ വലുതായിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്പ്ലെയിനിൽ, ലിവറിൽ, പാൻക്രിയാസിൽ, ഹാർട്ടിൽ നിന്ന് വരുന്ന ട്യൂബിൽ അവിടെയൊക്കെ കഴലകളായിരുന്നു. അപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ പറയുന്നത് എനി ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസി ഓർ ലിംഫോമ, ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്യാൻസർ ആണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളിവിടെ എന്തായാലും ചികിത്സിക്കണില്ല, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. RCCയിലേക്ക് വേണമെങ്കിൽ പോവാം, നിങ്ങളുടെ കയ്യിൽ പൈസ കുറച്ചുകൂടി എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലൂർക്ക് പോവാം, അവിടെ മജ്ജ മാറ്റി വയ്ക്കൽ വരെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ
അവിടെ നിന്ന് വരുമ്പോഴാണ് ബ്രദറിൻ്റെ അവിടെ കയറിയിട്ട് പ്രാർത്ഥിക്കുക. അവിടെ അയലക്കത്തുള്ള ആൾക്കാർ പറഞ്ഞു അവിടെ ധ്യാനം നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോയാൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചു. ബ്രദറ് എല്ലാ ദിവസവും അവിടുത്തെ കൺവെൻഷനിലും പ്രാർത്ഥിച്ചു, അതുപോലെ പാവർട്ടി കൺവെൻഷനിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നന്നായിട്ട് മാതാവിനോട്, കൃപാസന മാതാവിനോട് നന്നായി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളും പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു. ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇത് വൈറസ് ഇൻഫെക്ഷനൊന്നുമല്ല, നാളെ നമുക്ക് ബോൺ മാരോ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതിൽ നല്ല ടിഷ്യൂ കിട്ടില്ല, അപ്പോൾ ലിംഫനോട് കഴലും കൂടി നമുക്ക് ബയോപ്സിക്ക് എടുക്കണം. ഫസ്റ്റ് എന്തായാലും ബോൺ മാരോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. ലുക്കിമിക്ക് വേണ്ടിയിട്ടാണ് ഈ ബോൺ മാരോ ടെസ്റ്റ്. അത് പലതരം ലുക്കിമി ഉണ്ട്. അതിൽ വജ്ജിയും ബ്ലഡ്, കുട്ടികൾക്ക് വരുന്ന ലുക്കിമി, അങ്ങനെ എല്ലാത്തിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് റിസൾട്ട് പിറ്റേ ആഴ്ച വന്നു. ഡോക്ടർക്ക് ഒരു ഇത് ഉറപ്പായിരുന്നു ഉണ്ടെന്ന്. വന്നപ്പോൾ അതിൽ നെഗറ്റീവായിരുന്നു. ആവണേക്കാളും മുമ്പ് ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് ദിവസം കൂടി ഒരു റിസൾട്ടും കൂടി ഉണ്ട്, അതിന് വെയിറ്റ് ചെയ്യേണ്ട, എന്തായാലും ലിംഫോമയ്ക്ക് വേണ്ടിയിട്ട് നോഡ് അത് കഴലെടുത്തിട്ട് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബയോപ്സി എടുത്ത് നോക്കിയപ്പോഴും അതിലൊന്നുമില്ല. എന്നിട്ടും ഡോക്ടർക്ക് വിശ്വാസമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ കുറച്ചും കൂടി സെല്ല് കൂടുതൽ കാണാനുണ്ട്, ഒരു പ്രാവശ്യം കൂടി അത് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് വിട്ടു. എന്നിട്ട് ഡോക്ടർ അത് വന്നപ്പോഴും ഡോക്ടർക്കൊന്നും പറയാൻ പറ്റണില്ല, അതിലൊന്നും കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തെങ്കിലും ഇല്ലാണ്ട് ഇങ്ങനെ ഇതുപോലെ സിംറ്റംസ് ഒരു കുട്ടി കാണിക്കില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും അസുഖം അവനുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഞങ്ങളോട് ജനുവരി 4-ാം തീയതി അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4-ാം തീയതി ആണെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഓസോൺ എന്ന് പറഞ്ഞൊരു സ്കാൻ സെൻറ്ററിലേക്ക് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് ചൊവ്വാഴ്ച കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു ശനിയാഴ്ചക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പം സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. അന്ന് സ്കാനിലുണ്ടായ ഒരു കുഴപ്പം, ലിവർ നോർമലാണ്, സ്പ്ലീൻ നോർമലാണ്, ഒരു കഴലുകളും അവനില്ല. ദൈവം ഞങ്ങൾക്ക് യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. ഇങ്ങോട്ട് ഹല്ലേലൂയ. കയറി നിൽക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സഹനം അനുവദിച്ചാൽ ആ സഹനത്തിലുള്ള വലിയ വിശുദ്ധീകരണം, വലിയ അനുഗ്രഹം കർത്താവ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നോബി ഈ കുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നോബിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാല് ലാസ്റ്റ് നിലയ്ക്കുന്നുള്ളൊരു നിലയ്ക്ക് സാബൂർദന്റെ അടുത്തേക്ക് വരാൻ തൊട്ടപ്പുറത്തെ ചേച്ചി പറഞ്ഞു, ഞാൻ ധ്യാനത്തിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല, ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്, വെറുതെ എല്ലാവരും കൈ പിടിക്കുന്നു, ജയ് വിളിക്കുന്നു, അങ്ങനെ ഒരു ഞാൻ അങ്ങനെ കരുതിയിരുന്നുള്ള ധ്യാനത്തിൽ. പക്ഷെ എനിക്കിതിപ്പോ ബ്രദർ പറഞ്ഞു അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞു. രണ്ടാമതൊന്ന് പാവർട്ടിയിൽ വന്ന് ബ്രദർ പറഞ്ഞു പേരെടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നത് അത്ഭുതം സംഭവിക്കും. ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല, ആശ്വസിപ്പിക്കാൻ പറയാമെന്നാണ് കരുതിയത്. ബ്രദർ എല്ലാവരോടും പറയുന്നത് ശരിയാവും, അങ്ങനെ ഞാൻ കരുതിയത്. രണ്ടാമത് പാവർട്ടിയിൽ വന്നപ്പോൾ ബ്രദർ പേരെടുത്ത് വിളിച്ചു, എൻ്റെ പള്ളിയിലെ പേര് ചാക്കോച്ചന് അസുഖം ഭേദമാവും, അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. അപ്പോഴേക്കും ഞാൻ കുറച്ചുകൂടി വിശ്വാസത്തിലേക്ക് അടുത്തിരുന്നു. ഹല്ലേലൂയ. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അമലയിലെ റിപ്പോർട്ടാണ്. ഈ കുഞ്ഞിന് പ്ലീഹയില്, ലിവറില്, ലങ്സില് എല്ലാം മുഴകളുണ്ട്. അതുകൂടാതെ ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഈ പേപ്പറിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടല്ലേ? ഇത് ഇന്ന് സ്കാൻ ചെയ്തതാണ്. ഇന്ന് തൃശ്ശൂർ സ്കാൻ ചെയ്തതാണ്. സ്കാനിങ് കഴിഞ്ഞാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത് സാക്ഷി പറയാനായിട്ട്. ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ കാണാം. സ്കാനിങ്ങിൻ്റെ ഇതിവിടെ കാണാം. കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളിൽ മുഴകളൊന്നുമില്ല, കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ഇല്ലെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. കൈയടിച്ചു കർത്താവിനെ നമുക്ക് ബന്ധപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കർത്താവ് അത്ഭുതമാക്കി മാറ്റുകയാണ്. നോബിക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷേ വിശ്വാസമില്ലെങ്കിലും എനിക്കുറപ്പുണ്ട് ഞാൻ പ്രാർത്ഥിച്ചതല്ല ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കും. കാരണം അത്ര ഒരു ഹൃദയം നന്ദാ പ്രാർത്ഥിച്ചു. കാരണം ഞാനും ഒരു പിതാവാണ്, 5 മക്കളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒരപ്പൻ്റെ മനസ്സിലെ വേദന എനിക്ക് ശരിക്കും മനസ്സിലാവും. തൻ്റെ കുഞ്ഞിനായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിതുമ്പിക്കരയുക. ഞാൻ കണ്ടു തോർത്തിങ്ങനെ വായിക്കാത്ത വെച്ച് ഈ മകൻ കരയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ അത് സ്പർശിച്ചു.
അത് കഴിഞ്ഞ് പല ആരാധനകളിൽ കൺവെൻഷനിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് യേശുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ കരുണയുടെ സ്പർശനമാണ് ഈ ചാക്കോച്ചൻ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചത്. ഹല്ലേലൂയ. മോനെ കൂടെ നോക്കിക്കടാ കൂട്ടാ, ഉണ്ടോ? ഈ കുഞ്ഞിൻ്റെ ക്യാൻസർ പൂർണ്ണമായിട്ട് കർത്താവ് ഹീൽ ചെയ്തിരിക്കുക. നമുക്കൊന്ന് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. എന്താ മോടെ പേരെന്താ? ജോവിയ. ആ, ഈ കുഞ്ഞിന് അസുഖം ഉണ്ടായപ്പോൾ നിങ്ങൾ ഒത്തിരി സങ്കടമായിരുന്നല്ലേ? നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും ദൈവം മാറ്റി തരുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലാണ് ഓടി വന്നത് അല്ലേ? ഓടി വന്നു. അരണാട്ടുകര പള്ളിയിൽ അവിടെ വെച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ പാവറട്ടി കൺവെൻഷൻ നടക്കുമ്പോൾ വെല്ലൂരിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ അവിടെ കൊണ്ടുവന്നു. അന്നും പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം. സൗഖ്യം നൽകുന്നത് യേശുവാണ്. ക്യാൻസറോ ട്യൂമറോ എയ്ഡ്സോ മാനസികരോഗമോ ഓട്ടിസമോ എന്തുമാവട്ടെ, യേശു തൊട്ടാൽ സൗഖ്യം ഉറപ്പാണ്. അവൻ തൊട്ടാൽ സൗഖ്യം ഉറപ്പാ. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.